What about the fundamental act of desecration, the very erection of the mosque? We forget all that happened? നുണയൻ, ചതിയൻ, വഞ്ചകൻ, വിശ്വാസവഞ്ചകൻ. ഒരു മുൻ ചീഫ് ജസ്റ്റിസിനെ അങ്ങനെയൊക്കെ വിളിച്ചാൽ അത് തെറ്റാണോ ശരിയാണോ? സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡ് ഒരു കാലത്ത് എൻ്റെ ആരാധനാപാത്രമായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിയുടെ എല്ലാ ഇന്റർവ്യൂകളും കാണുക, പുള്ളിയെക്കുറിച്ചുള്ള ആർട്ടിക്കിളുകൾ വായിക്കുക, പുള്ളിയുടെ ജഡ്ജ്മെന്റുകൾ വായിക്കുക. ഇന്ത്യയെയും ഇന്ത്യയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ഒക്കെ രക്ഷിക്കാൻ വേണ്ടി അവതരിച്ച ഒരു അവതാര പുരുഷനാണ് DY ചന്ദ്രചൂഡ് എന്ന് പോലും ഞാൻ കരുതിയ ഒരു കാലമുണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ മെല്ലെ മെല്ലെയാണ് കാര്യങ്ങൾ അങ്ങനെയല്ലെന്ന് തെളിഞ്ഞത്. ബാബറി മസ്ജിദ് കേസിൽ വിധി വന്നു. മസ്ജിദ് ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു വിധിയായിരുന്നു അത്. അന്തിമ വിധി പ്രസ്താവിച്ച 5 അംഗ ഭരണഘടനാ ബെഞ്ചിലെ അംഗമായിരുന്നു ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ക്ഷേത്രം പൊളിച്ചാണ് മസ്ജിദ് നിർമ്മിച്ചതെന്ന് തെളിവില്ലെന്നായിരുന്നു സുപ്രീം കോടതിയുടെ അയോധ്യ വിധി. എന്നിട്ടും പള്ളി ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു തരം വിധി. എത്ര കാലം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണിത് എന്ന ചോദ്യം എന്റെ മനസ്സിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല. പിന്നീട് DY ചന്ദ്രചൂഡ് മോദിയുടെ വാലാട്ടിയായി നടക്കുന്നത് പലപ്പോഴും കണ്ടു. അയോധ്യ കേസിൽ പരിഹാരം കണ്ടെത്താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുവെന്ന അദ്ദേഹത്തിന്റെ പറച്ചില് നമ്മൾ കേട്ടു. എന്നിട്ടും ഇയാൾ ഇത് ചെയ്തല്ലോ എന്ന് ഉള്ളില് പുള്ളിയെ കാണുമ്പോഴൊക്കെ ഒരു വല്ലാത്ത നീറ്റലുണ്ടായി. ചിലപ്പോ നമുക്ക് ഒരിക്കൽ സ്നേഹിച്ച മനുഷ്യരെ അങ്ങനെ വെറുക്കാൻ കഴിയില്ല, വേദനിക്കാനേ കഴിയൂ. ചന്ദ്രചൂഡിന്റെ പുതിയ അഭിമുഖം വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പച്ചയ്ക്ക് വിളിച്ചു പറയുന്നു ക്ഷേത്രം പൊളിച്ചാണ് ബാബറി മസ്ജിദ് നിർമ്മിച്ചതെന്ന്. അപ്പൊ അദ്ദേഹം കോടതി വിധിയിൽ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അതാണ് ചോദ്യം. ക്ഷേത്രം പൊളിച്ചാണ് മസ്ജിദ് നിർമ്മിച്ചതെന്ന് തെളിവില്ലെന്നായിരുന്നു സുപ്രീം കോടതിയുടെ അയോധ്യ വിധി. വിധിയിൽ നിന്നും ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ചന്ദ്രചൂഡ് ന്യൂസ് ലോണ്ടറിയുടെ ശ്രീനിവാസ് ജെയിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. Was a result of also the Hindus committing illegal acts like desecration and asserting their rights and creating disturbances. The fact that the Muslims didn't do that in the outer courtyard, they didn't contest it, then becomes almost a grounds to punish them. ശ്രീനിവാസ് ജെയിൻ ചോദിക്കുകയാണ്, ഹിന്ദുക്കൾ ബാബറി മസ്ജിദിൽ അശുദ്ധമായ കാര്യങ്ങൾ ചെയ്യുകയും പള്ളിക്ക് മേലുള്ള തങ്ങളുടെ അവകാശം സ്ഥാപിച്ചെടുക്കുന്നതിനായി നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുവെന്നുമാണ് താങ്കൾ പറയുന്നത്. എന്നാൽ മുസ്ലിങ്ങൾ അവകാശം സ്ഥാപിക്കുന്നതിനായി യാതൊന്നും ചെയ്തില്ല, പള്ളിയുടെ മേലവർ അവകാശത്തിനായി വാദിച്ചില്ല എന്നത് അവരെ ശിക്ഷിക്കാനുള്ള ഗ്രൗണ്ടാണോ? അതായത് മുസ്ലിങ്ങൾ ഈ വിഷയത്തിൽ തിടുക്കപ്പെട്ട് ഒന്നും ചെയ്തില്ല, അവർ തർക്കത്തിന് വേണ്ടത്ര പോയില്ല. പക്ഷെ ഹിന്ദുക്കൾ വെറുതെ ഇരുന്നില്ല, ചെയ്യേണ്ടതെല്ലാം ചെയ്തു. വാസ്തവത്തിൽ ഇതെല്ലാം മുസ്ലിങ്ങൾക്കെതിരായി വന്നു എന്നതാണ് ഈ വിധിയെക്കുറിച്ചുള്ള വിമർശനം എന്നാണ് ചോദ്യം. ചന്ദ്രചൂഡ് പറയുന്നു, പള്ളിയുടെ ഉൾഭാഗം, അതായത് ഇന്നർ കോർട്ട്യാർഡ് ഹിന്ദുക്കളാണ് അശുദ്ധമാക്കിയതെന്ന് താങ്കൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം. പണ്ട് പള്ളി പണിതത് കൊണ്ടുണ്ടായ അടിസ്ഥാനപരമായ അശുദ്ധിയെക്കുറിച്ചും അവഹേളനത്തെക്കുറിച്ചുമൊക്കെ എന്താണ് പറയാനുള്ളത്? ആ സംഭവിച്ചത് നാം മറക്കണോ? ചരിത്രത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് നാം മറന്നു പോവുകയാണ്. ചരിത്രത്തിൽ അത് സംഭവിച്ചിട്ടുണ്ടെന്ന് സമ്മതിക്കുകയും നമ്മുടെ പക്കൽ അതിനുള്ള പുരാവസ്തു തെളിവുകൾ ലഭിക്കുകയും ചെയ്യുമ്പോൾ എന്ത് പുരാവസ്തു തെളിവ് ലഭിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്ങനെ കണ്ണും പൂട്ടിയിരിക്കാനാകും? നിങ്ങൾ ഇപ്പോൾ പേരെടുത്തു പറഞ്ഞ പല വിമർശകർക്കും ചരിത്രത്തെക്കുറിച്ച് സെലക്റ്റീവ് കാഴ്ചപ്പാടാണുള്ളത്. ഒരു നിശ്ചിത കാലഘട്ടത്തിൽ എന്തുണ്ടായി എന്നതിന്റെ തെളിവുകളെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മറ്റൊരു കാലഘട്ടത്തിലെ തെളിവുകളാണ് സത്യമെന്നവർ പറയുന്നു. Now, once you accept that happened in history, and we had evidence in the form of archaeological evidence, how can you shut your eyes? So, what is really being done by many of these commentators that you have referred to is that you have a selective view of history, ignore evidence of what happened beyond a certain period in history, and start looking at evidence which is of a more comparative. എന്താണോ ഇയാൾ പറഞ്ഞെന്ന് നോക്കൂ. സത്യത്തിൽ ഞാനിത് കേട്ട് ഞെട്ടിപ്പോയി. ചന്ദ്രചൂഡിന്റെ ഉള്ളിൽ ഒരു വർഗീയവാദി, ഹിന്ദുത്വവാദി മറ നീക്കി പുറത്തു വരിക. ദൈവമേ, നുണയൻ, ചതിയൻ, വഞ്ചകൻ, വിശ്വാസവഞ്ചകൻ. That there was no evidence that the underlying structure was necessarily demolished to build the mosque because there was a gap of several centuries. ശ്രീനിവാസ് ജെയിൻ വീണ്ടും ചോദിക്കുന്നു, ജസ്റ്റിസ് ചന്ദ്രചൂഡ്, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ താങ്കൾ എന്നെ തിരുത്തണം. പള്ളി നിന്നിടത്ത് ഒരു നിർമ്മിതി കണ്ടെത്തുകയോ അങ്ങനെ ഒരു നിർമ്മിതി ഉണ്ടായിരുന്നെങ്കിൽ അത് തകർത്താണ് പള്ളി ഉണ്ടാക്കിയത് എന്നിനോ യാതൊരു തെളിവുകളും ഇല്ലെന്നാണ് താങ്കൾ കൂടെ അംഗമായ ബെഞ്ച് പ്രസ്താവിച്ച അയോധ്യ വിധിയിൽ പരാമർശിക്കുന്നത്. കാരണം ഈ സംഭവങ്ങൾക്കൊക്കെ ഇടയിൽ നൂറ്റാണ്ടുകളുടെ ഇടവേളകൾ ഉണ്ടായിട്ടുണ്ടെന്നും പല കാരണങ്ങൾ കൊണ്ടാകാം അങ്ങനെ ഒരു നിർമ്മിതി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് തകർന്നടിഞ്ഞിട്ടുണ്ടാവുകയെന്നും അയോധ്യ വിധിയിൽ എടുത്തു പറയുന്നു. ചന്ദ്രചൂഡ് മറുപടി പറയുന്നത്, ക്ഷേത്രം പൊളിച്ചാണ് പള്ളി ഉണ്ടാക്കിയത് എന്നതിന് വേണ്ടത്ര തെളിവുകൾ പുരാവസ്തു ഖനനത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പുരാവസ്തു കണ്ടെത്തലുകളെ തെളിവായി ഉപയോഗിക്കുന്നതിന്റെ സാധുത മറ്റൊരു വിഷയമാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്ന് പറയുമ്പോൾ ജെയിൻ വീണ്ടും അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ശ്രീനിവാസ് ജെയിൻ,
അദ്ദേഹം ചോദിക്കുന്നു, ഇതിനു മുമ്പും അവിടെ അശുദ്ധമാക്കൽ നടന്നിട്ടുണ്ടെന്ന് താങ്കൾ പറയുന്നു, പക്ഷെ അതിനുള്ള തെളിവുകൾ എവിടെയാണ് എന്ന് കൃത്യമായൊരു ചോദ്യം ഉന്നയിക്കുന്നു. അപ്പൊ ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറയാണ്, അതിന് ആർക്കിയോളജിക്കൽ റിപ്പോർട്ടുകൾ ഉണ്ടെന്നാണ്. ശരിക്കും ആർക്കിയോളജിക്കൽ റിപ്പോർട്ടുകൾ ഇല്ല അങ്ങനെ. There's evidence in the form of the archaeological report. No, but not the fact that the mosque was built by demolishing a structure. Simply that there was an underlying structure which could have collapsed for a number of reasons. വീണ്ടും ശ്രീനിവാസ് ചോദിക്കുന്നു, പക്ഷെ ഏതെങ്കിലും ഒരു നിർമ്മിതി തകർത്താണ് പള്ളി പണിതതെന്ന് അതിൽ പറയുന്നില്ലല്ലോ. മുമ്പുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന നിർമ്മിതി തകർന്നു വീണത് മറ്റു പല കാരണങ്ങൾ കൊണ്ടും ആകാൻ സാധ്യതയില്ലേ എന്ന് വീണ്ടും ഒരു ക്ലിയർ ആയ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ചന്ദ്രചൂഡ് മറുപടി പറയുന്നത്, ആത്യന്തികമായി ഈ വിധിയെ വിമർശിക്കുന്നവർ പള്ളിയുടെ യഥാർത്ഥ ചരിത്രത്തെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. എന്നിട്ട് അവരുടെ സിദ്ധാന്തങ്ങളെ പിന്തുണയ്ക്കാൻ വേണ്ടി അവരുപയോഗിക്കുന്നത് താരതമ്യ ചരിത്ര പഠനങ്ങളും അതിലെ തെളിവുകളുമാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ പറയുന്നത് പോലെ ആ ഭൂമി 2 വിഭാഗങ്ങൾക്കുമായി കോടതി വേണമെങ്കിൽ വിഭജിച്ചു കൊടുക്കാമായിരുന്നു. പക്ഷെ ജനങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കാനാകുമായിരുന്നുവെങ്കിൽ അവിടെ ഇത്തരത്തിലൊരു ജുഡീഷ്യൽ ഭരണകൂടത്തിന്റെ ആവശ്യം ഉണ്ടാകുമായിരുന്നില്ലല്ലോ. കൈവശാവകാശം നടപ്പാക്കുമ്പോൾ അതിൽ വ്യക്തമായ മാനദണ്ഡം വേണം. ഭൂമി കൈവശം വെക്കുന്നത് പരസ്യമായിട്ടായിരിക്കണം. അതിന് വർഷങ്ങളുടെ തുടർച്ചയുണ്ടാകണം. അതിന് അംഗീകാരം വേണം. എന്നിവയാണ് മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നു. If you are applying a well-settled yardstick Yes. of what constitutes adverse possession, Yes. that possession has to be open, it has to be continuous, it has to be acknowledged, and it has to be of a state Okay, in you relation. said 2 important things. That was- If I can just take that you on was to... never, that Okay, was you never said 2 established. important things. ശ്രീനിവാസ് ചോദിക്കുന്നു അടുത്ത ചോദ്യം, താങ്കൾ ഇവിടെ 2 സുപ്രധാന കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ആദ്യത്തേത് പള്ളിയുടെ ചരിത്രം ആരും മറക്കരുതെന്നാണ്. രണ്ടാമത്തേത് ഭൂമി വിഭജിച്ചു നൽകുന്നത് രാജ്യത്ത് പിന്നെയും അസ്വസ്ഥതയുടെ ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്ന്. ഇതിൽ ആദ്യത്തെ കാര്യം എടുത്താൽ താങ്കൾ പറഞ്ഞല്ലോ ചരിത്രം മറക്കാൻ പാടില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു തെറ്റിനും മറ്റൊരു തെറ്റുകൊണ്ടാണോ തെറ്റെന്നാണോ അർത്ഥമാക്കുന്നത്? ചന്ദ്രചൂഡ് പറയുന്നു, തീർച്ചയായും അല്ല. കൈവശാവകാശം തീരുമാനിക്കപ്പെടുന്ന സുപ്രീം കോടതി ഉത്തരവുകൾക്ക് ചില അളവുകോലുകളുണ്ട്. ഈ അളവുകോലുകളും തെളിവുകളും പരിഗണിച്ചാണ് അയോധ്യ വിധിയിൽ ഞങ്ങൾ തീരുമാനത്തിലെത്തിയത്. അയോധ്യ വിധി തെളിവുകളോടെയല്ല വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയപ്പെടുന്ന വിമർശനങ്ങളുണ്ടല്ലോ, അത് ഉന്നയിക്കുന്നവർ ഈ വിധി വായിച്ചിട്ടില്ലെന്ന് എനിക്ക് ധൈര്യത്തോടെ പറയാനാകും. ഒരു ജഡ്ജ്മെന്റിനെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനും നിങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതിയത് എന്ന് പറയുന്നത് ആ വിധിപ്പകർപ്പ് വായിച്ചു നോക്കാത്തവരാണെന്ന് പറഞ്ഞ് അദ്ദേഹം തർക്കിക്കുക ചെയ്യുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കൂ ചന്ദ്രചൂഡ് പറയുന്നത്. സ്വന്തം വിധിയെ തള്ളി പറയുന്നു. The criticism that the judgment is based on faith and not on evidence is a criticism of people who I dare say have not read the judgment. Right. You may agree with the reasons of the judgment or Right. you may disagree. Well, that's for the citizens or whoever reads the judgment. ഇയാളെയാണ് നമ്മൾ ആരാധിച്ചിരുന്ന ഒരു കാലത്ത്. എനിക്ക് ശരിക്കും സ്വന്തം ഭയങ്കര നാണം തോന്നുന്നു ഇതൊക്കെ കേട്ടിട്ട്. നുണയൻ, ചതിയൻ, വഞ്ചകൻ, വിശ്വാസവഞ്ചകനാണ് ശരിക്കും. ഇതേക്കുറിച്ച് ഡോക്ടർ രുചിക ശർമ്മ പറയുന്നത്, സത്യത്തിൽ DY ചന്ദ്രചൂഡ് പറയുന്നത് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ്. ഇത് തെറ്റാണ്. ബാബ്രിയുടെ ഉപരിതല പരിശോധനയ്ക്ക് കോടതി നിയോഗിച്ച നിരീക്ഷകർ പ്രൊഫസർ സുപ്രിയ വർമ്മയും ജയ മേനോനും കോടതിയിൽ 14 പരാതികൾ സമർപ്പിച്ചു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉപരിതലം പരിശോധിക്കുമ്പോൾ അതിന് താഴെ ക്ഷേത്രമുണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കാൻ ചില സ്തംഭങ്ങൾ അവർ മനഃപൂർവ്വം സൃഷ്ടിച്ചു. അവർ യഥാർത്ഥത്തിൽ ബാബ്രിക്കടിയിൽ കണ്ടെത്തിയത് 13-ാം നൂറ്റാണ്ടിലെ ഒരു മസ്ജിദ് തന്നെയായിരുന്നു. ബാബ്രി ഒരു പഴയ മസ്ജിദിന് മുകളിൽ നിർമ്മിച്ചപ്പെട്ട മറ്റൊരു മസ്ജിദാണ്, അല്ലാതെ ക്ഷേത്രത്തിന് മുകളിലല്ല നിർമ്മിച്ചത്. ഇതിന് തെളിവായിട്ട് പ്രൊഫസർ വർമ്മയും മേനോനും എഴുതിയ പേപ്പർ ഉണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പൊ കാണുന്നതാണ് ആ പഠന റിപ്പോർട്ട്. ഇതാണ് സത്യം. ബാബ്രി പള്ളിക്കടിയിൽ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന് ഇന്ന് വരെ ആർക്കും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. സ്വന്തം വിധിയെപ്പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇത്തരം ഒരു നുണ പറയാൻ ജസ്റ്റിസ് ചന്ദ്രചൂഡിനെ അതാണ് എന്റെ പ്രശ്നം. ആ പേര് ജസ്റ്റിസ് ചന്ദ്രചൂഡിനെ പ്രേരിപ്പിക്കുന്നത് എന്തായിരിക്കും? ജീവനിൽ കൊതി കൊണ്ടായിരിക്കുമോ, അതോ സ്ഥാനമാനങ്ങൾ കിട്ടാനുള്ള ആഗ്രഹങ്ങളായിരിക്കുമോ, അതോ മറ്റൊരു ജസ്റ്റിസ് ലോയ ആവാൻ ഭയന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയാൻ നിർബന്ധിതരാവുകയാണ്? എനിക്കറിയില്ല. അയാൾ കൂടി ചേർന്ന് എഴുതിയ ഒരു ജഡ്ജ്മെന്റിന് ഘടകവിരുദ്ധമായി ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് സംസാരിക്കാൻ എങ്ങനെയാണ് ഒരു ജഡ്ജിക്ക്? അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ വിഷയം സംസാരിക്കാതിരിക്കാം, പക്ഷെ അദ്ദേഹം സംസാരിക്കുന്നു, കള്ളത്തരം പറയുന്നു. ഇനി ആ ജഡ്ജ്മെന്റ് ഇതുവരെ ചന്ദ്രചൂഡ് വായിച്ചിട്ടുണ്ടാവില്ല. എൻ്റെ ഒരു സംശയമാണ്. 2 ദിവസം മുമ്പ് വന്ന ഒരു വാർത്ത കൂടി ഇതോട് ചേർത്ത് പറയേണ്ടതുണ്ട്. അയോധ്യയിൽ ബാബറി മസ്ജിദ് നിലനിന്ന ഭൂമിക്ക് പകരമായി മുസ്ലിങ്ങൾക്ക് അനുവദിച്ച 5 ഏക്കർ ഭൂമിയിലെ പള്ളി നിർമ്മാണം ഇനിയും നീളുമെന്നാണ്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അനുവദിച്ച ഈ ഭൂമിയിൽ മസ്ജിദ് നിർമ്മിക്കാനുള്ള അനുമതി അപേക്ഷ അയോധ്യ വികസന അതോറിറ്റിയാണ് തള്ളിയത്.
മസ്ജിദ് നിലനിന്ന ഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിച്ച് അതിൻ്റെ പ്രതിഷ്ഠയും കഴിഞ്ഞ് 20 മാസം കഴിയുമ്പോഴാണ് ഈ പള്ളിയുടെ സ്ഥലത്തിൻ്റെ അപേക്ഷ പോലും തള്ളുന്നത്. പള്ളി നിർമ്മാണത്തിൻ്റെ പ്രാഥമിക നടപടിയായ അനുമതി പോലും ലഭിച്ചിട്ടില്ല ഇതുവരെ. കാരണം ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ NOC ലഭിക്കാത്തതാണ്. ചുരുക്കി പറഞ്ഞാൽ പള്ളി അമ്പലമായി മാറി. പള്ളിക്ക് ഭൂമി പോലും ഇനിയും കിട്ടിയിട്ടില്ല. വിധി പറഞ്ഞ ജഡ്ജിയാണെങ്കിൽ ഇപ്പോൾ പിച്ചും പേയും പറയുകയും ചെയ്യുന്നു. മോഡിഫൈഡ് ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. ശ്രീനിവാസ് ജെയിന് ഹൃദയത്തിൽ നിന്നും ബിഗ് സല്യൂട്ട്. ഇങ്ങനെ ചില ജേർണലിസ്റ്റുകളെ നമുക്ക് ആവശ്യമുണ്ട്. ചന്ദ്രചൂഡിനെ പോലെയുള്ളവരെ തുറന്നു കാണിക്കാൻ കാലാകാലങ്ങളിൽ ശ്രീനിവാസ് ജെയിൻമാർ ഉദയം ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ ചില ജന്മദൗത്യമാണിത്. നിങ്ങൾ അറിയുന്നുണ്ടോ? ഓരോരുത്തരായിട്ട് BJPയുടെ മടയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അധികാരത്തോട് ചേർന്ന് നിൽക്കണം, അതിൻ്റെ സുഖം അനുഭവിക്കണം. അവസാനം നമ്മൾ വളരെ കുറച്ച് പേര്, വിരലിൽ എണ്ണാവുന്ന ചിലർ മാത്രമാണ് എതിർചേരിയിൽ ഉണ്ടാവുക. നമ്മളപ്പോഴും ഇവിടെ ഇങ്ങനെ കസേരയിട്ടിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ എനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റും, പറയാൻ ഞാനും കേൾക്കാൻ നിങ്ങളിൽ ഒരാൾ മാത്രം ബാക്കിയാണെങ്കിലും ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും എൻ്റെ അവസാന ശ്വാസം വരെയെന്ന്. ജസ്റ്റിസ് ചന്ദ്രചൂഡിനെ കുറിച്ച് ഓർക്കുമ്പോൾ പക്ഷേ വല്ലാത്ത വേദന തോന്നുന്നു. നുണയൻ, ചതിയൻ, വഞ്ചകൻ, വിശ്വാസവഞ്ചകൻ.